അതുകൊണ്ട് തന്നെ സ്വഭാവത്തിൽ വലിയ താല്പര്യമാണ്. അങ്ങനെയാണ് ഈ കെട്ടിടം ചെറിയ ആരംഭിച്ചത് ഇംഗ്ലീഷ് പറയാറുണ്ട് അതുപോലെ വലിയ പ്രശ്നങ്ങൾ എല്ലാവരും നടത്തിയിട്ടുണ്ട്. നമ്മൾ വളരെ വളരെ ചെറുതായിട്ട് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ഒരുപാട് കാലങ്ങളിൽ യാതൊരു ഔദ്യോഗികമായ പരസ്യമോ ഉദ്ഘാടനമോ കൂടാതെ പലതരത്തിലുള്ള കൂട്ടായ്മകളോടാണ്. അതിലൊന്നാണ് അക്കാഡമിക് കോഴ്സ്. പ്രത്യേകിച്ചും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ തിയോളജി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളെയും മറ്റ് പ്രവർത്തകരെയും വലിയ കൊണ്ടുവരിക എന്നുള്ളത്. സെമിനാരിൽ കാരണം നടക്കുന്നുണ്ട്. അവിടുത്തെ പഠനം കഴിഞ്ഞ് പല ആളുകൾ പഠനത്തിലൊക്കെ ഇന്ത്യയിൽ വിദേശങ്ങളിലൊക്കെ പോകാറുണ്ട്. ഒന്നിച്ചു വരാറുണ്ട് സാഹചര്യം അറിഞ്ഞില്ല. അതൊക്കെ മനസ്സിലാക്കുകയാണ് ഇതിന്റെ ഒരു അക്കാഡമിക് പ്രോസസ് ആരംഭിച്ചത്. എന്നാൽ ഇത് ഇപ്പോൾ പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളെ മാത്രം ഉദ്ദേശിച്ചല്ല, അതിനോട് ബന്ധപ്പെടുന്ന മലയാളത്തിൽ പറയുന്നവരെ സഹയാത്രികരായിട്ടുള്ള മലയാളം ഇന്ത്യയിലോ മറ്റേ ഗവേഷകരോ തിയോളജിയുമായിട്ട് ബന്ധപ്പെടാത്ത മറ്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവരാണ് സഹയാത്രികരുണ്ട് എന്നുള്ള പ്രദേശിച്ചത്. അപ്പൊ അവരെയും എനിക്കാണ്. അതാണ് വന്നിരിക്കുന്ന ഒരു കൂട്ടം ദൗത്യം മെമ്പരാണ്. അതായത് കൂടുതലായ പ്രയാസമാണ്. പ്രയാസമാണ് ഈ നേതൃത്വത്തിൽ എപ്പോഴും നമ്പരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തട്ടിലുകൊണ്ട് വളരെ ചെറുതാണ്. ഇവിടുത്തെ ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് ഇതിന്റെ പ്രോഗ്രാം കൂടിയായിട്ട് ഈ കുട്ടികൾക്ക് ഇതിനിപ്പോ ഇതിന് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഫോൺ ചെയ്തു, കൃത്യമായിട്ട് ഫോൺ ചെയ്തു. ഇമെയിൽ മനസ്സിലാകുന്നത് ഇമെയിൽ അയച്ചാൽ പോകുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇമെയിൽ എത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ കുറച്ചുകൂടി യൂസ്ഫുള്ളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മക്കളിൽ കൊടുക്കുന്നില്ല. അത് മക്കളുടെ ആളുകളെ ധരിക്കുന്ന സമയമെല്ലാം നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് വലിയ പരസ്യം കൊടുക്കാതെ ചെറിയ കൂട്ടായ്മ ഇതിന്റെ തടസ്സങ്ങൾ ഒരു തിരിച്ചുവിടുന്നത് ഇതിന്റെ പുറത്തുള്ള പോക്കുകളായിട്ട് മറ്റ് ആരോഗ്യമുണ്ട്. സംഘത്തിന്റെ ദർശനമായ ശൈലിയിലുള്ള പ്രതിഷേധത്തിൽ ഒരിക്കൽ പ്രവർത്തിക്കുമാണ്. ഇതിന്റെ രീതിയിലുള്ള ഒരു ചേർച്ചയാണ്. 2006 പഠിക്കുന്നതായിട്ട് ചെന്നപ്പോൾ
അവിടെ താമസത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വളരെ പ്രയാസം അനുഭവിക്കുന്ന ആ ഘട്ടങ്ങളിൽ ഒരു ചർച്ച ഫാമിലിയിലെ വൈദികരെ പരിചയപ്പെടാൻ അദ്ദേഹം എന്നെ അവിടുത്തെ ബിഷപ്പിന്റെ ആരാധനയിൽ കൊണ്ടുപോയി. ബിഷപ്പുമായിട്ട് സംസാരിച്ചപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ അംഗമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം താമസിക്കാനായിട്ടുള്ള സൗകര്യം പണം കൊടുക്കാതെ തന്നെ ഒരു അക്കോമഡേഷൻ എത്തിക്കുകയും വളരെ ആരോഗ്യമാണ് സെക്കൻഡ് വാഷ് ബിഷപ്പ് അയർലൻഡിൽ നിന്ന് ഭാരതത്തിലുള്ള ഇന്ത്യൻ ഓർത്തഡോക്സുമായിട്ടുള്ള ബന്ധം സൂക്ഷിച്ചു എന്നുള്ളതാണ് എന്നെ അവിടെ താമസിക്കാനായിട്ട് ഇടയായി. അതിനുശേഷം കഴിഞ്ഞ ഈ വർഷം ബഹുമാനപ്പെട്ട കേന്ദ്രത്തിൽ ആംഗ്ലിക്കൻ ഓർത്തഡോക്സ് വേണ്ടി കേരളയിൽ ചർച്ച സൈനികരുടെ ഡബ്ല്യു ആർ ബിഷപ്പിനെ കാണാനായിട്ടിടയായി. അച്ഛൻ ഈ ബിഷപ്പ് റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ജോലിന്റെ സൈറ്റിൽ ഞാൻ കണ്ടു. യാതൊരു വെച്ചാൽ ആ ബിഷപ്പും ഞാൻ ഈ ബിഷപ്പ് നെഹ്വാൾ ഭാഷയെ കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹം ഈ നെഹ്വാൾ ഭാഷ ബിഷപ്പ് ഓർത്തഡോക്സിൽ ചെയ്തിട്ടുള്ള എല്ലാ സേവനങ്ങളെയും നേരിയ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടെന്ന് എന്നോട് പറയുന്നത് അത് ഭാവിച്ച് അദ്ദേഹത്തിന്റെ അറിവിനെ കുറിച്ച് പഠിക്കുകയും അവിടുത്തെ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പാട്രിക് കോമർത്തോട് എന്ന ആളിനെ അവിടെ വിളിപ്പിച്ചു. അദ്ദേഹവുമായി കഴിഞ്ഞ വർഷം മീറ്റ് ചെയ്തു. അവരുടെ ടീച്ചിങ് ബ്ലോഗിൽ ഞാൻ ആ കോമർത്തോട് ചിത്രമൊക്കെ കൊടുത്ത് ഒരു ഐക്യപ്പെടുത്തി ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച തുടർന്ന് ബന്ധപ്പെട്ട പ്രവർത്തിക്കണം, അതിനെങ്ങനെ അയക്കുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്തു. പിന്നെ ഒരു വർഷത്തേക്ക് സംസാരിക്കാനായിട്ട് ഞാൻ പോവുകയും ചെയ്തു. ഞാൻ ഈ വിഷയം ഇങ്ങനെ ഒരു സംവിധാനങ്ങൾക്ക് ഇവിടെ തുടങ്ങാമെന്ന് ഇതിന്റെ വലിയ കോളേജിലേക്കുള്ള ഒരു നേതൃത്വമല്ല, അങ്ങനെയുള്ള വസ്തുക്കളൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ സമാവേശം പ്രധാനമന്ത്രി ചെയ്തത്. കുറേയധികം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങളും നമുക്ക് ഇവിടെ ലഭ്യമല്ല. ഈ പ്രസംഗ ഭാഷയുടെ എന്ന് പറയുന്ന ഈ പുസ്തകം ആചാര്യ KC വർഗീസ് ആദ്യത്തെ ആചാര്യയിലേക്ക് പുസ്തകമാണ്. ഇത് പലയിടത്തും അന്വേഷിച്ചു ഓർത്തഡോക്സിൽ അന്വേഷിച്ചു, പക്ഷേ കിട്ടിയില്ല. ഞാൻ ഈ ബിഷപ്പിനോട് സംസാരിച്ചപ്പോൾ ബിഷപ്പ് അവിടെ നിന്ന് മാർഷൽ എന്ന് പറയുന്ന ആളുകളാണ് 2 ആഴ്ച കൊണ്ട് ആ പുസ്തകം പോസ്റ്റിൽ എനിക്ക് അയച്ചു തന്നു. ഇത് പ്രദേശമൊക്കെ എടുത്ത് തിരിച്ച് അയച്ചു കൊടുക്കാനായിട്ടാണ് ഈ പ്രദേശത്തിൽ കാണിക്കുന്നത്. ഈ മാർഷൽ എന്ന് പറയുന്ന വരാറുണ്ട്. ഡബ്ലിൻ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് ഡബ്ലിൻ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. അതിൽ മിഷൻ പ്രവർത്തന മേഖലയിലും സ്മാരകത്തിൽ പ്രത്യേകിച്ച് ചോട്ടാനാഥ് എന്ന് പറയുന്ന അവിടെ വരാറുണ്ട്. In 1990, the second law of representatives for theory laws of churches and the concepts of scientific communion, meeting in the monastery of St. Ishoi in Gandhi and Nassau, Egypt, was able to produce the following statements. God has producing life, teaching passion, death, and resurrection, and ascension of Jesus Christ, causing people to be united with Him. Living by the Holy Spirit, technologies have been given authority to proclaim His good news to all creation. The second one was 1871 to 1959. An Anglican bishop, Irish missionary, renowned ethical believer, educator, outstanding scholar, and critic. Bishop Marsh was a prolific writer and wrote over a number of books and articles. He was a very bright student with wide interest and a great sense of Irish humor. The bishop himself dedicated his life to proclaim the aforementioned good news. Bishop Marsh was the statesman of the Right Reverend William Whittingham, Anglican Bishop of Orkney, governed and leading in Ireland from 18
1878 until 1897. He received a doctorate in divinity from Trinity College, Dublin. In 1916, he married Clara Hay. He was a missionary at Bangalore, India from 1907 to 1908. In the year 1893, he completed his education and theology studies. He was ordained a deacon by his father's tradition and sent as a missionary of the Dublin University mission to India, the Chota Nagpur area, involving Ranchi and Africa. Dublin University mission in Varangal. He is really Dublin Trinity College, പ്രത്യേകിച്ച് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക മിഷണറി വിഭാഗമാണ്. ഇന്നും ആ മിഷണറി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നത് ചോട്ടാനാഥുകളാണ് അതിന്റെ സെൻട്രലായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. കേരളത്തിലും ഒരു ചെറിയ പ്രവർത്തനങ്ങളിൽ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മിഷണറി അവയോട് സംസാരിക്കാനായിട്ട് He was ordained a minister in 1901 in India at the direction of the Ranchi by Nicholas Whitehead, Bishop of Chota Nagpur and Associate Council of the Principal SPG College, Kochi. He was Chairman of Bishop Porter School in Bangalore, Karnataka, India from 1907 until 1930. In 1915, he became the first Bishop of Nasa. When the director of the Master was created as the Master of the Territory of the Director of Calcutta. The Bangalore posting 6 years marked a change in the spiritual life of Hyderabad Master. He progressed closer to God. He supplicated fasted and prayed for perfection and the victor healing. He slowly achieved. He resulted in his great healing ministry. He counted his past and practiced his work as a Christian minister. He performed many miracles, but he never claimed it to himself, nor did he claim to pursue the medical profession. His fame as a healer began to spread. On the Lord gave, we really gave them for and aid. After the incident, Bangalore was appointed traveling secretary, Church of India Missionary Society, 1950. In his capacity, he served India and became well acquainted with all the provinces, missionaries of the time, both Indian and foreign and their work. In 1915, Ekada was split into two. With a new diocese in Assam, Aurangabad was considered the Bishop of Assam in 1915 at 44 years. He was married to his father, who was married to his father in his ministry. In 1923, after 8 years of his closing work as a bishop, Bishop Walsh took up appointment as principal Bishop's College, Calcutta. He was a principal up to 1934-1936. Indian independence study, involved in Indian independence study. Bishop Walsh was leading in his thought and life. They are the greatest symbolic of the independence study. He wrote many letters to England about the poor treatment later out to the Indians. He warned that the British were losing down in India. In 1921, the first Christian ashram, later called Christian Ashram of Hong. This was an interesting development in Indian Christian nationalism. It was greatly appealed by Bishop Walsh. This prompted him to found an ashram himself in 1936. When he was due to retire as principal, Bishop's College Calcutta being 65 years of age. He came to the National Missionary Society of India for self-managed campaigns. The National Missionary Society of India had a dedicated ashram ministry. They were funding the Christian ashram at the Tirupati, Angola, Karnataka, and Piri, Odisha. After much discussion, the Christian ashram of Pradesh was declared to location of ashram in South India, yet was not too far away from the other Christian ashram. They settled on Karara, near Coimbatore,
It was partly because of his personal savings, prepared and benefits. It was the temporary beginning of Christian Asma Sarava in 1936 by the bishop and his wife Maharaj and some of his friends from Korean Orthodox Church. He began with hardship. Bishop Walsh was very close association with the Christian Asma in India. The days of much Ajaria, K.C. Bhagavad. The Asma was formally opened on July 16, 1936. Father C.V. Joanna had also joined the Asma by his church. Bishop Mark Fellowship came for the office. He was accepted as the visitor from the Orthodox Church. The first members of the Asma, the bishop and his wife, were Theo Matthew, Father C.V. Joanna, and K.C. Bhagavad, for whom K.C. Bhagavad was chosen as the Ajaria. The bishop accepted the position of Guru of the Asma. The community was named the Christian Sangha, that is the community of the faithful of Christ. Bishop was clearly taking the vision on Asma as follows. After the Master, there is a vision of if the plan comes forth, it will mean that we shall place our private needs in the form of the Asma, which will be mainly an ashram of mighty people, and that we shall all live together in Indian simplicity, a heart like those of Oxford Mission as Jahana or Garissa, and with needs in common. The ashram would, of course, be an Orthodox, not an Anglican ashram. And I wish my position to be that of Guru, not of Acharya, theist. Our church is not even community based, but we hope that just as here in Bishop's Court, they worship along with us, they will not receive the sacrament. So we may worship along with them as they celebrate the Sukhana, so we are not able to receive. And just as here, they occasionally have their celebration in our holy chapel. So the afternoon we may have our Anglican celebration in their chapel. But the development of the afternoon must be in the hands of the Orthodox Church members of the afternoon, in loyalty to their own church and their own bishop, and the church which will be brought developed in the district now to be part of that church. Then we also ഈ പദവിയിൽ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കി three types of integration with Asma tradition. Integration of Celtic spirituality with Orthodox spirituality. അതിനുള്ള പ്രത്യേകതയുള്ള സ്പിരിച്വാലിറ്റിയാണ് Celtic spirituality കുറിച്ച് ചർച്ച അറിയാം. ഒരു പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു തരത്തിലുള്ള സ്പിരിച്വാലിറ്റിയാണ്. വളരെ Orthodox spirituality വളരെ ബന്ധമുള്ള ഒരു സ്പിരിച്വാലിറ്റി. Integration of Celtic spirituality with Orthodox spirituality. രണ്ടാമത് integration of Christian monasticism with the Indian idea of sannyasa. Integration of celibate and family people for a holistic community. Towards the ministry of reconciliation, Orthodox യാക്കോബായ വിഭാഗങ്ങളിൽ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. Bishop Walsh prayed and walked for the peace in Malangara Church. A joint statement by the bishop and the duke was sent to all the bishops and leaders and friends in the three church, stating their intention to unite together in founding an ashram and also to service of the bishop to bring about peace in the church. The Catholic and Patriotic parties received the suggestion. Acharya Bhagavad, the Catholic and the bishops and leaders of his party enthusiastically received both the suggestion, and the bishops and leaders of the Patriotic party also warmly welcomed the idea of the hope of mediation to make peace. Negotiations had once started, and it was agreed that the bishops should go down to Francis with a growing unity and take with him the idea of peace to prevail on his way to
England or Ireland. Finally, the team names were agreed upon and handed over to the bishop. It is more simple at this point to walk in the details of the Christian. On the visit to Savior and as subsequent protracted negotiations that followed for more than 2 years even after the visit. It is enough to say that the Savior gave a very warm and cordial reception to Bishop and his lodge. And while they see the most of the problems of the Christian, they have committed himself agreed to the most important one. The answer they were given to the bishop was really disappointing and unacceptable to the other bishop. Unfortunately, the reconciliation was staged. The reconciliation was finally reached on 16 December 1958, just before Bishop's death. Bishop was recognized and asked him in the claim of the front of the dedication of worship, prayer, meditation, and service to God in accordance with the anthem of Constitution. He spread the gospel going by walk of Buddha to immediate villages. He prayed and healed many poor people, gradually becoming a great healer. His name and fame spread far and wide. However, he was extremely strongly against with an almost divine. If you want to know story, he entered the conferences, retreats, healing services, and received hundreds of letters for prayer, healing solutions to problems experts. Those who wrote one of the outstanding books in the history of the church, Life and Shape of Christendom. They delivered as well as the full shape of Life and Shape of Christendom to 80,000. There was over university of 1960 publishing and its morning after daily service for food and providers, authors and tables, the physical paper, the theme of understanding and interpretation of the mission and church strategy. 3 months from the 90th morning after religion and Christianity, Christian places like the Shiva. A devotional ceremony for Ekman. In the table paper, recognition and achievement of the rest of the body of Islam, there is 7 days. For the whole matter of the week, at this moment, for the ladies, and it is the principle, educable. You are celebrating, you are taking out of the singer, should have the singer and the things that is really the center of implementation. He was initially in Bangalore, was part of the Portugal school in Bangalore, and the first Bishop of Assam, and after he was associated with the family, and after he taken out of church. Hopefully, the first they are translated, and Mr. John begins to come up with a close relation between the Orthodox Church and the Church of Ireland. Bishop Ashley was open to നടത്തുവാനും യാത്രകളിൽ പ്രിപ്പയർ ചെയ്യാനും വൃത്തി ചെയ്യാനും ചർച്ച ചെയ്യാനും ഒക്കെയുള്ളതായ വേദികൾ എനിക്ക് തരികയാണ്. വളരെ കൃത്യമായി മിഷനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മറ്റെല്ലാ ചെന്നൈയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നല്ലൊരു പേപ്പറാണ് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ബഹുമാനപ്പെട്ട ദിനത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവാണ് മിക്കവരെ സംബന്ധിച്ച്. ഞാൻ എന്താണ്
ഇവിടെ നടക്കുന്നതെന്ന് കണ്ടുകേട്ട് പോകാൻ തക്കവണ്ണം നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്രത്തിൽ ഇങ്ങനെയൊരു പദവിയുടെ തന്നു നിങ്ങളുള്ളതാണെന്ന് നമ്മെ അറിയിക്കും. ഈ സെന്ററുമായിട്ട് ഇന്റർനെറ്റായിട്ട് ബന്ധം തിരുമേനിക്കുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ. ഇവിടെ ആദ്യം ആരംഭിച്ച് ഇവിടെ പല മിഷൻ പ്രവർത്തനങ്ങൾ നടത്താൻ നേതൃത്വം കൊടുത്തതായ ബഹുമാനപ്പെട്ട കാരണാപാത്രച്ച് കുറെ നാളുകൾ തിരുമേനിയോടൊപ്പം ധാരാളം ആശ്രമത്തിൽ എഴുതിയിരുന്നയാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഠനത്തിലേക്കുമായ ആ ഒരു മിഷണറി വെളിച്ചവും സ്പിരിറ്റുമൊക്കെ ഇവിടുത്തെ പല പ്രവർത്തനങ്ങളുടെയും ആരംഭത്തിന് പ്രചോദനമായിട്ടുണ്ട്. നമ്മളെ ചിന്തിപ്പിക്കുന്നതായ ഒരു വിഷയം, അനേക സാധ്യതകൾ ഉണ്ടായിരിക്കെ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന്, അയർലൻഡിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ളതായ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ആ മിഷണറി പ്രവർത്തനത്തിന് ഭാഗത്തിലേക്ക് വന്നിരുന്നതുകൊണ്ട് ഇവരുടെ ആ ഒരു ശൈലി അത് ഇന്നത്തെ സ്പെയിൻ ഹിന്ദുത്വ അജണ്ട പറയുന്നവർ പോലും അത്ര എതിർക്കാൻ സാധ്യതയുള്ള ഒരു പ്രത്യേക ശൈലിയല്ല. കുറച്ചുകൂടെ നമ്മുടെ കേന്ദ്രത്തിന്റെ അധികാരത്തിൽ മനസ്സിലാകും ഇവിടുത്തെ കൾച്ചറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പോകാൻ തക്കമുള്ളതായ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നതായ ഒരു വ്യക്തിത്വമായിരുന്നു ഈ കൃഷ്ണൻ. അതുപോലെ ആ ശ്രദ്ധ താമസിക്കുന്ന പ്രദേശത്ത് മനുഷ്യരുടെ വേദനകളും രോഗങ്ങളും ഭാരങ്ങളും എല്ലാം ഉൾക്കൊണ്ട് പൂർണ്ണമായിട്ടും ആ പ്രദേശവുമായിട്ട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ഈ സുവിശേഷത്തിന് ഒരു മാനവിക മുഖം നൽകുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ഒരു ചെയ്യും. എനിക്ക് മാത്രം ക്രിസ്തീയ വീക്ഷണത്തിൽ വിഷ്ണയെക്കുറിച്ചുള്ള ദർശനവും അത് തന്നെയാണല്ലോ. ഒരു സുവിശേഷത്തിന്റെ മർത്തീകരണത്തിന്റെ ഒരു അനുഭവമാണ്. അത് ഓർത്തഡോക്സ് മിഷനെ സംബന്ധിച്ചുള്ള പഠനങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് അമേരിക്കയിലേക്ക് ആദ്യമായി മിഷൻ വെളിച്ചവുമായിട്ട് കടന്നുപോയ സെയിന്റ് ഇന്നസെന്റ്, സെയിന്റ് കർമ്മൻ എന്നൊക്കെയുള്ള പിതാക്കന്മാരൊക്കെ അലാസ്കയിൽ പോയി അവിടെ താമസിച്ച് അവിടെ ഭാഷ പഠിച്ച് അവരുമായിട്ട് പൂർണ്ണമായും താതാത്മ്യപ്പെട്ടുകൊണ്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന്റെ ഫലമായിട്ട് അവിടെ ഓർത്തഡോക്സ് മിഷൻ ആരംഭിച്ചത് അമേരിക്കയിലേക്ക് മുഴുവൻ സ്പ്രെഡിയിരുന്ന ഓർത്തഡോക്സ് ചർച്ച് ഓഫ് അമേരിക്കയായിട്ട് അവിടെ ശ്രമിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ ഈ ദേശത്തെ പുരാതന സഭയുമായിട്ടും കൂടെ ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അതുപോലെ ഒരു മിഷൻ തുടങ്ങുവാൻ തക്കവണ്ണം ഈ പിതാവ് ശ്രദ്ധ പതിപ്പിക്കുകയുണ്ടായിരുന്നു. അതിന്റെ ചില നൂതനമായിരിക്കുന്ന ദർശനങ്ങളും ഭാവങ്ങളും നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ഇവിടെ പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അദ്ദേഹം ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന സന്ദർഭത്തിൽ അവരുടെ പേരുകൾ എഴുതി വെച്ചിരുന്ന ബുക്കിന്റെ ആ നീണ്ട ലിസ്റ്റും അതുപോലെ തന്നെ ആ രോഗികൾക്ക് സൗഖ്യം ലഭിക്കുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് വിവരം ലഭിക്കുമ്പോൾ അത് നോട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. മനോഹരമായ പെയിന്റിങ്സ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാനായിട്ട് കഴിയും. ഇദ്ദേഹം രചിച്ചതായ ചിത്രങ്ങളൊക്കെ അതുപോലെ ശരിക്കും സുവിശേഷത്തിന്റെ ഒരു ആരൂപമായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ പ്രസന്റേഷനിൽ നിന്നും അതുപോലെ തന്നെ കൂടുതൽ മനസ്സിലാക്കുന്നതും ഒക്കെ അറിയാനായിട്ട് കഴിയുന്നതായ കാര്യമാണ്. പത്രോസ്മാർ വസ്താഫിയ തിരുമേനി ആണെന്നാണ് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹത്തെ സംസ്കാരം നടത്താൻ തക്കവണ്ണം കടമയുണ്ട്. അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിരുന്നതനുസരിച്ച് അവിടെ ഒരു കലറ പോലും കേട്ടതിൽ നിന്നും വളരെ ലളിതമായിട്ട് മണ്ണോട് മണ്ണ് ചേർന്ന് വെറുതെ വായിലെടുത്ത് അങ്ങോട്ട് വെക്കുന്ന രീതിയിലായിരിക്കണമെന്നൊക്കെ പറഞ്ഞതനുസരിച്ച് അത് ചെയ്യാൻ തക്കവണ്ണം ഏറ്റവും യോഗ്യനായ ഒരു തിരുവേദി തന്നെ അത് നിർവഹിക്കുവാനായിട്ട് ഇടയായി. അവിടെ ചെന്ന് കാണുന്നവർക്ക് അദ്ദേഹം ജീവിതം പഠിക്കുന്നവർക്ക് ഇന്ന് ഈ പ്രസന്റേഷൻ വേണ്ടതുപോലെ വലിയൊരു പ്രചോദനമാണ് സുവിശേഷത്തെ സംബന്ധിച്ച് മിഷനെ സംബന്ധിച്ച് ഒക്കെ ലഭിക്കുന്നു. നമ്മുടെ കുർബാനയെ അറ്റൻഡ് ചെയ്ത് കുർബാനയെ കുറിച്ച് പഠിച്ചിട്ട് കുർബാനയെക്കുറിച്ച് ആധികാരികമായിട്ടൊരു ഗ്രന്ഥം രചിക്കാൻ തക്കവണ്ണം ഇദ്ദേഹത്തിന് സാധിച്ചു എന്നൊക്കെയുള്ളത് അന്നത്തെ കാലത്ത് അത് കഴിക്കുമെന്നൊക്കെയുള്ളത് നമുക്ക് ഒത്തിരി പ്രചോദനം നൽകേണ്ടതായ ഒരു വിഷയമാണ്. ഈ ഒരു പഠനം നമ്മുടെ സെമിനാരികളിലേക്കൊക്കെ കൂടുതൽ വെളിച്ചം കൊണ്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഓറിയന്റേഷൻ പീരീഡിൽ സെമിനാരി വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയുള്ളവരെ കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ഈ സുവിശേഷത്തിന്റെ തിയറി ദൈവശാസ്ത്രപരമായിട്ട് പലപ്പോഴും നമുക്ക് പറഞ്ഞു വരുമ്പോൾ ഒത്തിരി ആർഷാണ്, അത് വിരുദ്ധമാണ്. എന്നാൽ അതിന് ഒരു മുഖവും കണ്ണും കാലും ഒക്കെ കൊടുക്കുമ്പോൾ
അത് കുറച്ചുകൂടെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം സാധ്യമാവുകയാണ്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ നമുക്ക് ഏറ്റവും ഉയർത്തിക്കാണിക്കാൻ തക്കവണ്ണം കഴിയുന്നതായ ഈ വലിയ പിതാവിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ, ചർച്ചകൾ, പഠനങ്ങൾ, ഇതുപോലെയുള്ള ഈ ഒരു ചർച്ചയുടെ പ്രയത്നങ്ങളെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛന്റെ ഈ പേപ്പറിന്റെ ഒരു പ്രതിഫലനത്തിൽ സഭയിൽ കൂടുതലായിട്ട് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോലിയുടെ പ്രസിദ്ധമായതുകൊണ്ട് നമ്പറുടെ കുറവാണെങ്കിലും ലോകം മുഴുവൻ ഈ ചർച്ചയുടെ നിലയിൽ പോകാൻ തക്കവണ്ണം സാധ്യതകളുണ്ട്. ഈ അടുത്ത സമയം ഇതിനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനും ചർച്ചകൾ നടത്താനായിട്ടും എടുക്കാം. പറഞ്ഞതുപോലെ കടപ്പാടുണ്ട്. അദ്ദേഹം ഇവിടെ നിന്നാണ് മനസ്സിലാക്കിയത്തോളം 7-8 പേര് ഇവിടെ നിന്ന് മാസത്തിൽ പോയി അവിടുത്തെ പ്രവർത്തനത്തിൽ പങ്കാളികളാക്കി ചേർന്നു. ആ സുവിശേഷ ജ്വാലയുമായി ഇവിടെ വന്ന് അവസാനം ദേശത്ത് ആരംഭിച്ചാണ് ഒരു സ്ഥാപനത്തിന്റെ തുടക്കം. മാത്രമായിട്ടല്ല, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് ഇവിടെ തുടർന്ന് ഇനി ഉണ്ടായതാണ്. ഇവിടെ ഇത് തോന്നുന്നത് പ്രധാനമായ 2 കാര്യങ്ങളൊന്ന് കുട്ടികളുടെ ധൈര്യതയുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ സഭയുടെ അടുത്താനുള്ള കാരണമുണ്ട്. ഭാരതത്തിലെ പുരാതന സഭാലികളിൽ മാത്രമാണ്, അല്ലെങ്കിൽ അധികമായി എന്നാണ് നമ്മുടെ സഭയോ പറഞ്ഞതുപോലെ അവിടുത്തെ ആംഗ്ലിക് ചർച്ചിന്റെ ആരാധന നടത്തുന്നപ്പോൾ സഭ ഭാരതസഭയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആത്മ ഭാരതസഭയുടെ ഭാഗമായിട്ട് മുന്നോട്ട് തുടരണമെന്ന് ഇതിനോട് പറയാനുള്ള കാരണങ്ങളുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ലോകാന സ്ഥാപനയായതുകൊണ്ട് അവിടെ തോന്നുന്നു. രണ്ടാമത് ഈ തീകപാതയായിരുന്ന ഞാനവിടെ അസുഖത്തെ ഒരു ആരാധനാത്മകത്തിൽ പോലെ സെൽറ്റിക് സ്പിരിച്വാലിറ്റി എന്നുള്ളതെന്ന് അഭിനയിക്കുന്ന ആത്മഹത്യ പോയിട്ടുണ്ട്, എന്താണ് കണ്ടിട്ടുണ്ട്. പക്ഷേ കൂടുതലൊന്നും വിചാരിക്കുന്നത് വന്നുള്ള വ്യക്തമായ കാര്യമാണ്. ഒരു പുസ്തകത്തിൽ അതുപോലെ നിങ്ങൾ തുടർച്ചയായിട്ട് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ പറഞ്ഞ് കുറച്ചുകൂടെ ദൂരം മനസ്സിലാക്കാൻ സാധിക്കും. മുന്നേറ്റേക്ക് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്താൽ മതിയാവും. സാമാന്യ ആളുകൾ ഇതിന്റെ തുടർച്ചയായി നമ്മൾ നന്നായി. പക്ഷേ ഇത് മനസ്സിലാക്കുന്ന ചോദ്യം തന്നെയുണ്ട്. ഈ വായിക്കുക കുറച്ചുകൂടെ വിലപ്പായിരുന്നു. എത്ര ടീം അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അതൊക്കെ അക്സെപ്റ്റ് ചെയ്തതിനകത്ത് അതിന് സഭ അംഗീകാരം നൽകിയിട്ടുണ്ടോ? നൽകിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള മാസോങ്ങളും മാസോമാസമാണ് ഒക്കെ അത് നമുക്ക് ഡയലോഗിലുള്ള ഭാവിൽ ഇതുവഴി തുറക്കാൻ പറ്റും. ഈ ഉദാഹരണങ്ങളുടെ പഠനം ബിഷപ്പ് പറയാനുള്ളതായിരുന്നു. ചില ഓട്ടോ ബിഷപ്പ് ആയിരുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ ഓർഗനൈസേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് അത് സ്വീകരിച്ചത്? സംശയമാണ് അതാണ് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ
ഇതിനകത്ത് ഈ 19 സമയത്ത് നമ്മളാണെങ്കിൽ ഉൾപ്പെടുന്ന മുഖമൊക്കെയായിരുന്നു. പക്ഷേ വട്ടശേഷത്തിന്റെയും ആ കാര്യത്തിനകത്ത് വളരെ നിർബന്ധമുള്ള ആളായിരുന്നു വായിക്കാനായിട്ട്. ഞാൻ പൂർവ്വം നിർത്തിക്കൊണ്ടിരുന്ന ആവശ്യമില്ലായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് വട്ടശേഷത്തിന്റെ ഉണ്ടായിരുന്നു. അല്ല അതൊന്നും വേണ്ടി നന്നായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു ടീച്ചർ ഡയലോഗ് ഈ മാസവും വൈദ്യുതമായിട്ട് തമ്മിലുമായിട്ട് അതിനുമായിട്ട് ആളുകൾ വരുമ്പോൾ ഈ വിശ്വസനെ നമ്മൾ സ്വീകരിച്ചത് എങ്ങനെയാണ് അവകാശപരമായിട്ടുള്ള വാല്യത്തിൽ നിന്ന് അംഗീകരിച്ചത് എന്നുള്ള കാര്യങ്ങൾ സംശയമാണ്. പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം നോക്കുന്നതാണ്. എന്റെ പേര് ഇന്നോറാണ്. ഞാൻ ഈ അനസ്യൂർ ചെയ്യുന്നതിനെ കുറിച്ച് അന്വേഷിച്ചു പോയത് സെക്കൻഡ് മാസം ജർമ്മനി അനസ്യൂറിൽ നമ്മൾ ഒത്തിരി കറസ്പോണ്ടൻസ് കാണാൻ പറ്റിയിരുന്നു. അത് മാത്രമല്ല കറാത്ത മാസത്തിന്റെ ഫോർമേഷൻ പീരീഡ് ജർമ്മനിയുടെ കോൺട്രിബ്യൂഷനകത്ത് ഉണ്ടായിരുന്നു മനസ്സിലാക്കിയിട്ടുള്ളൂ. ഈ അതിന്റെ ഫസ്റ്റ് എഡിക്ഷൻ ജർമ്മനിയുടെ അനസ്യൂറായിരുന്നു ഒത്തിരി കണ്ടിട്ടുണ്ട്. രണ്ടാമത് ജനം പറഞ്ഞ് രണ്ടാമത് ദിവസം ഓരോ ഇന്റർവ്യൂവിനെ കുറിച്ച് പഠിച്ച് അതിന്റെ ഒരു സമയം ആ കാലത്ത് എനിക്ക് തോന്നുന്നു പോയി കഴിഞ്ഞാൽ അതിന് മുമ്പ് ഇറങ്ങി സമയത്ത് എനിക്കറിയില്ല, പരിമിതമായ അറിവിൽ അദ്ദേഹത്തിന്റെയാണ് തോന്നുന്നത്. അദ്ദേഹം ഓരോ കുർബാന ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, വ്യക്തമായ കാര്യം. വളരെ ചെറുതിൽ വായിച്ച് പേര് മാത്രം കേൾക്കുന്ന ഒരു ആളിനെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡിഗ്രി പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയ പേപ്പറുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നിയ വലിയൊരു കാര്യം, ആംഗ്ലിക്കൻ മിഷൻമാര് കേരളത്തിൽ വന്ന് സുറിയാനിക്കാർക്ക് നവീകരണം പോരാ എന്ന് വാദിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തൊട്ടു പിന്നാലെ വന്ന ഒരു ബിഷപ്പ്, ആംഗ്ലിക്കൻ സഭയിലെ ബിഷപ്പ്, ഈ സഭയിലെ ആരാധനയും കാര്യങ്ങളും മനസ്സിലാക്കി ഈ സഭയുടെ മെമ്പർഷിപ്പ് എടുക്കുവാനും ഈ സഭയ്ക്ക് കണ്ടുപോകുന്ന ഒരു ആശ്രമം കോയമ്പത്തൂർ തുടങ്ങാനും നിരുദ്ധമായി എന്നുള്ളത് അദ്ദേഹത്തിന്റെ പഠനത്തിന്റെയും വിശാല മനസ്സിന്റെയും ഒരു തെളിവാണ്. എനിക്ക് തോന്നുന്നുള്ള സംശയമില്ലെങ്കിൽ അദ്ദേഹം ഇതിലേക്ക് വരാൻ ഒരു കാരണം കേരളത്തിൽ നിന്നുള്ള നസ്രാണി വിദ്യാർത്ഥികൾ ബിഷപ്പ് കോളേജിൽ പഠിച്ചിരുന്നു. അതിലെ ഒരാള് എന്റെ സ്കൂൾ ഹെഡ്മാസ്റ്ററായിരുന്ന നമ്മുടെ സഭയിലെ വീട്ടിൽ പോയ ഒരു CT കുര്യാക്കോസ്. അതോടൊപ്പം ആ കാലയളവിൽ പഠിച്ചിരുന്ന ആളാണ് മാത്യു ബാബ. അദ്ദേഹവും കുര്യൻ സാറിനെ കുറിച്ച് ചേർന്ന് ഈ കവിതാ മാഷിനെ കുറിച്ച് എഴുതിയ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് 2 എഡിഷൻ. രണ്ടാമത്തെ എഡിഷൻ ആദ്യ എഡിഷൻ എനിക്ക് കാണാൻ പറ്റില്ല. രണ്ടാമത്തെ എഡിഷൻ കാണുന്നില്ല. അതിനകത്ത് വളരെ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ അതിന് എഴുതിയിട്ടുണ്ട്. അതാണ് ഞാൻ പറയാൻ ഈ CT കുര്യാക്കോസ് കുറിച്ച് പറയുന്ന അദ്ദേഹമാണ്. ബ്രഹ്മമാധവ എന്ന് പറയുന്ന ഒരു ബംഗാളി കത്തോലിക്ക ഇന്ത്യൻ ക്രിസ്ത്യൻ തിയോളജിയെ കുറിച്ച് ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. കത്തോലിക്ക സഭയുമായി അദ്ദേഹം ചില കമ്മ്യൂണിസ്റ്റ് പ്രശ്നങ്ങളുണ്ടായ അദ്ദേഹം ഒരുപക്ഷെ കത്തോലിക്ക സഭയിൽ നിന്ന് ഇദ്ദേഹത്തിനായ പോലെ ജീവിച്ചു മരിച്ച ഒരാളാണ്. എനിക്കറിയാൻ കിട്ടിയിട്ടില്ല ഒരു വിവാഹം. അദ്ദേഹം ഇന്ത്യൻ ക്രിസ്ത്യൻ തിയോളജി ആശക്കകാലത്ത് ഒരു പുസ്തകം എഴുതുകയാണ്. ഞാനീ പറയുന്ന എന്റെ ഗുരുവായ അച്ഛൻ അവിടെ പഠിക്കുന്ന കാലത്ത് ഡിഗ്രിക്ക് ഫിസിക്സായിട്ട് അദ്ദേഹത്തിന്റെ ഈ പുസ്തകം പഠിക്കാനിടയാണ്. അപ്പൊ ഈ സഭയിൽ വലിയ സഹായമൊന്നും കിട്ടിയില്ല. പക്ഷെ അതിന്റെ പുസ്തകത്തിന്റെ കോപ്പി വെച്ച് അതിന്റെ ലേഖനം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെക്കൻഹാം ഭാഷന് അച്ഛന് ഏതോ ഒരു യൂറോപ്യൻ ഭാഷയിലാണ് പുസ്തകം എഴുതപ്പെട്ടിരുന്നത്. ഈ അച്ഛന് അത് വായിക്കാൻ കഴിയുന്നത് വെക്കൻഹാം ഭാഷ നേരിട്ട് ഉച്ചയ്ക്ക് ഉറക്കം ഉപേക്ഷിച്ചിട്ട് ഈ അച്ഛനെ വെച്ച് അദ്ദേഹം അത് വായിച്ചു കൊടുക്കുകയും അതിന്റെ കണ്ടന്റ് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് ആ ലേഖനം എഴുതിയിരുന്ന് ഈ പറയുന്ന അഞ്ചിന്റെ പുസ്തകത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ പോയത് എന്റെ ഗുരുവായിരുന്ന അച്ഛൻ അതിനൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ മലങ്കര സഭയിൽ നിന്ന് പുറത്തു പോയി വീട്ടിൽ ചേർന്ന് നോക്കുകയായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ സഭാമാസത്തിന്റെ ആഴത്തിൽ ചിന്ത നടത്തുന്നതിൽ ഒരാള് ഈ ഞങ്ങളുടെ നാട്ടുകാരൻ ഈ CT കുര്യാക്കോസ് എന്ന് പറഞ്ഞാൽ വളരെ ശരിയല്ലേ. എന്റെ ഇടയാളുകാരൻ വളരെ ഇതിന്റെ സംഭവം സെറ്റിലായിരുന്നു. മലങ്കര വീട്ടിലെ ഹൈസ്കൂളിലെ ആരംഭകാലത്ത് ഹൈസ്കൂളിലെ
അത് ആ പുസ്തകം വാസ്തവത്തില് പല വെളിച്ചങ്ങൾ ഈ പുനരാവാസത്തെക്കുറിച്ച് കുറിച്ച് പഠിച്ചിരിക്കുന്ന ഈ വായിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതിനകത്ത് ഇദ്ദേഹത്തിനെ കുറിച്ച് നല്ല നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഈ യോഗ ശാന്തി ശുശ്രൂഷയുടെ അതിന്റെ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ ഞാൻ പേര് കേട്ട കഥാമാസത്തിൽ നാട്ടിൽ മീറ്റിംഗാണ് ആദ്യമായിട്ടുള്ളത്. അവിടുത്തെ കല്ലറയൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യൻ സന്യാസിയുടെ തലത്തിൽ നിന്ന് പ്രവർത്തിച്ച അദ്ദേഹത്തിനെ മനസ്സുകൊണ്ട് അന്നും ഇന്നും വണങ്ങുന്നവരാണ്. കലണ്ടറായപ്പോൾ അദ്ദേഹത്തിന് പേര് വിട്ടുകയും സങ്കടപ്പെട്ട് ഞാൻ നിശ്ചയമായും ചേർക്കാൻ ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് ഓർമ്മിക്കുന്നതാണ് നൽകുന്നത്. ആ സ്ഥലം ഉണ്ടാക്കുവാനായിട്ട് ആലോചന ഇട്ടതിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇതിൽ നിന്നുള്ള അച്ഛന്മാർക്ക് സപ്പോർട്ടായിട്ട് വരികയും ഞാൻ ആ ആശ്രമത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ് അതിനകത്ത് നിൽക്കുകയും ചെയ്തു എന്നാണ് അതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിൽക്കാലത്ത് ഈ അച്ഛൻ അതിൽ നിന്ന് മാറിപ്പോയി. പക്ഷെ മറ്റ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന അച്ഛന്മാരാണ് ഈ പറഞ്ഞ പേരുകൾ ഇപ്പോഴത്തെ സ്വദേശികളായ ആളുകളുടെ പേരുകൾ വരുന്നത്. അതിന്റെ ആളുണ്ടാക്കുകയാണ് ഇതിനകത്ത് ഒരു ധാരണ. വളരെ അനുഗ്രഹകരമായ ഒരു ചർച്ച നടന്നു. വളരെ സന്തോഷം. എന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ സഭയുടെ ഔദാചികമായ എനിക്ക് തോന്നുന്ന ആരും പറഞ്ഞു അദ്ദേഹം കൈകൊണ്ട് എഴുതിയ ഒരു എവിടെ വായിച്ചില്ലാരോ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. എന്തായാലും അദ്ദേഹം നമ്മുടെ ആരാധനകൾ നടത്തുകയും അതിനകത്ത് സജീവമായി നിൽക്കുകയും ചെയ്തു. അദ്ദേഹം സഭയിൽ ചേർന്ന സാങ്കേതികമായി എനിക്ക് ഓർമ്മയിൽ അർത്ഥമായിട്ട് പറയാൻ പറ്റുന്നില്ല. കാരണം ഇത് ഞാൻ വായിച്ച് വളരെ പാടാണിത്. നേരത്തെ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതൊന്ന് വായിച്ച് പ്രിപ്പയറായി വരുന്നത് സാധിക്കില്ല. പുതിയ ഇൻഫർമേഷൻ ലഭ്യമായി എങ്ങനെയാണ് ഈ ഓർത്തഡോക്സ് ബന്ധപ്പെടുന്നത്? കൽക്കട്ട ബിഷപ്പ് കോളേജിലെ അധ്യാപകനായിട്ടിരിക്കുമ്പോൾ നമ്മുടെ സഭയിൽ നിന്ന് 3 വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നതായിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു സ്വാധീനത്തിലാണ് അദ്ദേഹം ഓർത്തഡോക്സ് പ്രധാനത്തിനായി. അല്ലാതെ നേരത്തെ ഓർത്തഡോക്സിലെ പരിചയപ്പെടുവാനല്ല. ഈ വിദ്യാർത്ഥികൾ ഈ അദ്ദേഹം KC ഉൾപ്പെടെ 3 പേര് ആ വിദ്യാർത്ഥികളുടെ ഓർത്തഡോക്സിനെ കുറിച്ചും ആരാധനയെക്കുറിച്ചും കേൾക്കുന്നതാണ് അദ്ദേഹം വലിയ ഇൻട്രസ്റ്റ് കിട്ടാനായിട്ട്. അവരുടെ ഒരു പേഴ്സണൽ കരിസ്മായും മുന്നോട്ടുണ്ടായി. അതുകൊണ്ടാണ് അവരെ മാത്രം അദ്ദേഹം അടുത്ത സുഹൃത്തുക്കളായിട്ട് തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമത് ഓർത്തഡോക്സ് സഭയിലേക്ക് ചേർന്നുകൊണ്ടും അത് വായിക്കും. മലയാളത്തിൽ വായിക്കുകയും അവരുടെ മനസ്സിലുള്ള സമൂഹത്തിന്റെ സ്വഭാവം എന്താണെന്ന് ബിഷപ്പിന്റെ സ്വന്തം വാക്കുകളിൽ വായിക്കുകയാണ്. പദ്ധതി നടപ്പാക്കുന്ന പക്ഷം അതിന്റെ അർത്ഥം ഞങ്ങളുടെ സ്വകാര്യം ഉണ്ടാക്കുകയും ആക്രമണത്തിന്റെ പൊതുഭക്തി ഇടുമെന്നാണ്. ഈ ആക്രമണം മുഖ്യമായും വിവാഹികത്വമായിരിക്കും. ഞങ്ങൾ എല്ലാവരും ഭാരതീയമായ റിയാലിറ്റിയിൽ ഡെലിവേറിയെയോ വായുസോറിനെയോ ഓക്സ്ഫോർഡ് മിഷനിൽ കാണുന്നത് പോലെയുള്ള ഒഴിവുകളിൽ വസിക്കുകയും പൊതുഭക്ഷണം കഴിക്കുകയും ചെയ്യും. ആക്രമണം നിശ്ചയമായും ഓർത്തഡോക്സ് സഭയുടേതായിരിക്കും. ആംഗ്ലിക്കൻ സഭയുടേതാവില്ല. എന്റെ സഭയിൽ ഒരു ഗുരുവിന്റേതായിരിക്കും. ഞങ്ങളുടെ സഭയ്ക്ക് ഇതുവരെ അവരുടെ സഭയുമായി കുർബാന സംസ്കൃതമില്ല. എന്നാൽ ബിഷപ്പ് കോളേജ് എന്നതുപോലെ അവർ ഞങ്ങളുടെ കുർബാന അനുഭവിക്കുന്നില്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുന്നത് പ്രതീക്ഷിക്കുന്നു. അവർ ചിലപ്പോൾ കോളേജ് രാത്രിയിൽ കുർബാന ചെയ്യുമ്പോൾ മുൻപറഞ്ഞതുപോലെ കുർബാന സ്വീകരിക്കാനായില്ലെങ്കിലും ഞങ്ങളും ആരാധനയിൽ സംബന്ധിക്കും. അതുപോലെ ആശ്രമം രാത്രിയിലും ഞങ്ങളുടെ ആരാധന ഉണ്ടാകും. എന്നാൽ ആശ്രമത്തിന്റെ വികസന ചുമതല ആശ്രമത്തിലെ ഓർത്തഡോക്സ് ക്രിയാനി വിഭാഗങ്ങളിൽ നിശ്ചിതമായിരിക്കും. അവരുടെ സഭയോടും അവരുടെ ബിഷപ്പന്മാരോടുമായിരിക്കും. ദൈവത്തിന് അനുസൃതമായി അവരെ വളരുന്ന ചർച്ച ആ സഭയുടെ ഭാഗമായിരിക്കും. അദ്ദേഹം ഓരോ സഭയിലേക്ക് ചേർന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ സഭയിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പ്രവർത്തനോത്സവത്തിൽ പങ്കെടുത്തു. പക്ഷേ ശവസംസ്കാര ശുശ്രൂഷ നടത്തിയത് അവിടുത്തെ ആംഗ്ലിക്കൻ ബിഷപ്പായിരുന്ന അപ്പാസ്വാമി എന്ന് പറയുന്ന ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ ഒഫീഷ്യലായിട്ട് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തിയത്.
എനിക്കറിയാവുന്ന കാര്യങ്ങളും വിദ്യാഭ്യാസ ചിന്തകളും നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. എനിക്ക് ഈ കലാകമാസം താമസിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. 79 എന്നുള്ളത് കാലത്താണ് എവിടെയും വിശുദ്ധം മമ്മി മമ്മിയിലാണ് കടന്നുപോയി കഴിയുന്നത്. പിന്നെ നമ്മൾ കേക്ക് വഹിക്കുന്നു ആചാര്യ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഉള്ള സമയത്താണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് കരുതിയിട്ടുണ്ട്. ഞാൻ കലത്തിൽ കൊടുക്കാറുള്ളതാണ് മരണം ഞാൻ എടുക്കുന്നുള്ളത് കേക്ക് വഹിക്കുന്ന മരണമാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ എന്റെ വെള്ളത്തെ ലൈബ്രറിയിൽ നിന്ന് അവിടെ അനുയോജ്യമായ ഒരു പുസ്തകം വേണ്ടി മറ്റൊന്നുമല്ല വിശ്വസനന്മാർ എത്തിയ കുർബാനയിലെ ജ്ഞാനപഠനം അത് ഞാൻ ഗവർണർ ചോദിച്ചു വാങ്ങിച്ച് ഒരു അംബീഷൻ സമ്പത്തായിട്ട് കൊണ്ടുവന്ന് ഈ അടുത്ത കാലത്ത് വായിച്ച് പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതെല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് തുടർന്നത് ഇങ്ങനെയാണ്, കുർബാന എന്നുള്ള പേര് അതിനെപ്പറ്റിയുള്ള ഒരു പഠനമാണ്. നമ്മളെ കൊടുത്തിരിക്കുന്ന പേര് ഓരോ സഭകളും ഇതിൽ കൊടുത്തിരിക്കുന്ന പേര് എന്താണ് അദ്ദേഹം പറയുന്നത്. കത്തോലിക്ക സഭയിൽ വയ്ക്കുന്ന മാസം, ആംഗ്ലിക്കൻ സഭ ഓടിക്കുന്ന യൂണിയൻ, അതിൽ ഓരോ സംസ്കാരങ്ങളും ഓരോ പേരാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു കുർബാന അദ്ദേഹം പറയുന്നത് ഈ പേരാണ് ഏറ്റവും നല്ല പേര്. ഇതിന്റെ അർത്ഥം പ്രതീക്ഷ എന്നുള്ള ആ പേര് അതാണ് ഏറ്റവും നല്ല പേര് എന്നാണ് അദ്ദേഹത്തിന്റെ സഭയുടെ പേര് കൊണ്ടുവരുന്നത്. ഇതാണ് നല്ലതെന്നാണ് അദ്ദേഹം അഭിപ്രായം. ഞാൻ ആ പുസ്തകം വളരെ എൻജോയ് ചെയ്തു. കിട്ടാണെങ്കിൽ വായിച്ച് മനസ്സിലാക്കണം. ഞാൻ ഈ അടുത്ത സമയത്ത് നമ്മുടെ ആരാധനയെ സംബന്ധിച്ച് ഒരു ജ്ഞാന പഠനം എഴുതിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ എനിക്ക് വളരെ കൃത്യമായിരുന്നു. ഇനി മുന്നോട്ട് എന്റെ മനസ്സിൽ വന്നത് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്. ബിഷപ്പ് അക്കനാവാസ് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളെ കെട്ടി പഠിപ്പിക്കുന്ന രണ്ടുപേരും സഭയിലുള്ള വിദ്യാർത്ഥികളെ ഈ ബിഷപ്പ് കോളേജിൽ പഠിച്ചു. അപ്പൊ ഇവരെ ഒന്നും അദ്ദേഹത്തിന്റെ സഭയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഈ രണ്ടു തരം വിഷ്ണുമാരെ പഠിക്കാതെന്ന് നമ്മൾ നാട്ടിൽ വന്നു. രണ്ടു തരം വിഷ്ണുമാരുണ്ട്. ഒരു തരം വിഷ്ണുമാരും നമ്മുടെ എഴുപത്തി ആളുകൾ സഭയോട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ വ്യത്യസ്തനായിട്ടുള്ള വിഷ്ണുവിയായിരിക്കും വിഷ്ണുക്കലാണ്. അദ്ദേഹം ആരെയും കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊന്നും നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചില്ല. വളരെ വ്യത്യസ്തനായ ഒരു വിഷ്ണുവിനെ നമ്മുടെ വിനോദത്തിന് വേണ്ടി ഈ ആദ്യം പറഞ്ഞ വിഷ്ണുമാരെ ഞങ്ങളെടുത്ത കണ്ണുകളായിരുന്നു. ഈ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന വിഷ്ണുമാരെ അവരുടെ തുച്ഛമായിരുന്നു അദ്ദേഹം. പക്ഷേ ഈ ബിഷപ്പ് അക്കനാവാസ് കൊടുക്കുന്ന വലിയ ബഹുമാനം അങ്ങനെ വേണം. അതാണ് ബിഷപ്പിന്റെ മാതൃക. മാത്രമല്ല മറ്റൊരു കാര്യം, ഈ ബിഷപ്പ് നമ്മുടെ സഭയെ വളരെ സ്നേഹിച്ചെങ്കിലും അദ്ദേഹം നമ്മുടെ സഭയോട് ചെറും വിശ്വാസമാണ്. സ്വന്തം സഭയിൽ തന്നെ കുറച്ച് നിന്നുകൊണ്ട് നമ്മുടെ സഭയെ വളരെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും. അതാണ് എക്യൂമിക്കൽ റിലേഷൻഷിപ്പ്, എക്യൂമിക്കൽ ഒരു മോഡലാണ്. നമ്മുടെ വാസ്തവത്തിൽ ആ മോഡലാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് വേറെ ജനിച്ചു വളർന്ന നമ്മുടെ കമ്മ്യൂണിറ്റി വിട്ട് നമുക്ക് ഇതുകൊണ്ടും ചാടല്ല, മറ്റുള്ളവരെ ഇങ്ങോട്ടും ചാടാൻ വിളിക്കാൻ വേണ്ട. ഇങ്ങനെ ജനിച്ചു വളർന്ന കമ്മ്യൂണിറ്റി അത് മതമായാലും ജാതിയായാലും സഭയായാലും ഒന്നിൽ വേറൊരു ചാടുക എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഒരു കാര്യം. അതൊരു മരം വീണ്ടും വേറൊക്കെ വയ്ക്കുന്നവർക്ക് സാധിക്കും. ഇങ്ങനെ മതം മാറ്റം നമുക്ക് വേണ്ട, അത് നമ്മൾ എൻകറേജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അല്ലാതെ സാധിക്കുമല്ലോ, ബിഷപ്പ് ചെയ്തപോലെ നമുക്ക് സാധിക്കും. പിന്നെ എനിക്ക് വേറൊരു സംഗതി മനസ്സിലാക്കിയത്, ഈ കടാല മാസം എന്ന് പറയുന്നത് ഒരു മാരീഡ് കപ്പിളിന് വേണ്ടിയുള്ള ആശയമാണ്. അത് നമ്മുടെ സമയത്ത് വലിയ അപരിശുദ്ധിയായിട്ടുള്ള ഒരു ഐഡിയയാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച് വിവാഹം കഴിക്കാത്തവർക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലമാണ് ആശ്രമം അല്ലെങ്കിൽ മഠം. അതല്ലാതെ വിവാഹത്തെ എങ്ങനെയാണ് ഒരു മൊണാസ്റ്റിക് ലൈഫ് സാധിക്കുന്നത്? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അപരിശുദ്ധിയായിട്ടുള്ള ഐഡിയയാണ്. പക്ഷേ വിവാഹം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട സംഗതിയാണ്. ഒരു രണ്ടാം തരക്കാരാണ്, കല്യാണം കഴിക്കാത്തവരാണ് ദൈവത്തോട് അടന്നു വയ്ക്കുന്നത് എന്നിട്ടുള്ള ധാരണ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയോ ഉണ്ട്. അതൊക്കെ പാടെ കൂത്തുകളഞ്ഞുകൊണ്ട് മാറ്റി മറിച്ചുകൊണ്ടുള്ള വളരെ വിപ്ലവാത്മകമായ ഒരു ചിന്തയാണ് ഈ ബിഷപ്പ് അക്കനാവാസ് അങ്ങനെ ഒരു മാരീഡ് കപ്പിളിന് വേണ്ടിയുള്ള വിവാഹിതർക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രമാണ് തുടങ്ങിയിട്ടുള്ളത്. ഇതിനോടനുസരിച്ച് എനിക്ക് ഭാഷാപരമായ ഒരു ചെറിയൊരു സംശയം അറിവുള്ളത് കൊണ്ടുള്ള വേറാളം പറയുന്ന ഒരു സുറിയാനി വാക്കാണ്. ആശ്രമം എന്ന് പറയുന്നത് നമ്മുടെ ഉത്സവത്തിലെ വാക്കാണ്. മൊണാസ്ട്രി എന്ന് ഇംഗ്ലീഷ് പറയുന്നത് ലാറ്റിൻ ആണ് തോന്നുന്നു. ഈ വാക്കുകളുടെ
ഒരു എറ്റിമോളജി ആരെങ്കിലും അറിയാമെന്ന് പറഞ്ഞ പഠിക്കാൻ വേണ്ടിയാണ്. ജയപ്രദർശനം കല്യാണവാസത്തിലൂടെ നമുക്ക് ഉണ്ടായിരുന്നത് നാലാരിയായിട്ടുണ്ടായിരുന്നു. ഇവിടെയായിരുന്നു പറയാനാണ് ഒത്തിരി വിദ്യാഭ്യാസത്തിനുണ്ടായിരുന്നു. ഒത്തിരി ആളുകളെ എൻകറേജ് ചെയ്യാൻ പറ്റുകൊണ്ടായി നമ്മുടെ മാകാനാൻ ആശ്രമത്തിലെ സാധുവമായിരിക്കുന്നതുപോലെ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി പ്രമുഖാനെ എൻകറേജ് ചെയ്യും എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ കല്യാണവാസത്തിലേക്ക് ധാരാളം ആളുകളെ പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ ധാരാളം ആളുകൾക്ക് പഠിച്ചു കൊടുക്കാൻ പറ്റുന്നതായി നല്ല ഒരു ഗണിതപ്രിയം കൂടി ആയിരുന്നല്ലോ. ഈ വൈകുന്നേരം നമ്മൾ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ചെറിയ ഗണിതം അദ്ദേഹം പറഞ്ഞിരുന്ന നമ്മുടെ പാർട്ടിന്റെ കേന്ദ്രവർഷനുമായി കൈമാറുകയാണ്. കേട്ടോളായിരിക്കാം എന്നും സന്ധ്യയ്ക്ക് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണത്തിലിരിക്കുമ്പോൾ ഒരാളൊരു മരുന്ന് മാറണമെന്നുള്ളത് തിരുവേലിയുടെ കർമ്മമായിരുന്നു. പലപ്പോഴും തിരുവേലിയും പറയുകയാണ്. ഒരിക്കലും തിരുവേലി പറഞ്ഞത് കന്യാമാസത്തിന് ഷെയർ ചെയ്യുന്നത് അയർലൻഡിൽ നടന്നൊരു സംഭവമായിട്ടാണ്. ഒരു ഫ്ലാറ്റിന്റെ ഉടമയിലേക്ക് ഫ്ലാറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ റെന്റിനുള്ള താമസിച്ചുകൊണ്ടുള്ള വീട്ടുകാരൻ പുറത്തിരിക്കും. ഇയാളെ പുറത്തിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ വീട്ടുകാരൻ പറഞ്ഞ ചിമ്മിനി ഉണ്ടാകുന്ന കൂടിയും അയാൾ പുറത്തിരിക്കുക വീട്ടിലുള്ളവർ അതെ ഇവിടെ പറയുന്നത്. എന്നിട്ട് നേരത്തെ പറയാൻ പറഞ്ഞിരുന്നതോട് അയാൾ നോക്കുന്നത് പറഞ്ഞ ഉടമ അകത്തോട് കേൾപ്പിച്ചു. ഡോറിലൂടെ അകത്തോടെ കയറിക്കുകയും നോക്കിലോട്ട് തിരിയാൻ തുടങ്ങുകയും സൂര്യന് തലയ്ക്ക് നല്ലൊരു അടിയുണ്ട്. പുറത്തിറങ്ങി വന്നിട്ട് പുറത്ത് ഇരിക്കുന്നതായ ആ വീട്ടുകാരനോട് ഇതിന്റെ ഉടമ പറഞ്ഞു, ഇങ്ങനെ പോകേണ്ട ഒരു ചിമ്മിനി എന്റെ വീട്ടിൽ വന്നത് എന്ന് പറഞ്ഞു. ഇതുപോലെയുള്ളതായ പ്രവാസികളൊക്കെയും പറഞ്ഞ് വളരെ അസ്വാസ്ഥ്യകരമായ ഒരാശ്രമാനുഭവം, വളരെ വ്യത്യസ്തമായിരിക്കുന്ന നൂതനമായ വിപ്ലവാത്മകമായിരിക്കുന്ന ഒരു തുടക്കമായിരുന്നു. വാങ്ങാനും ഇതുപോലെയുള്ളതായ തുടക്കങ്ങളെ കുറിച്ച് ഈ ഒരു പ്രസ്ഥാനമാർഗത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ പോയതിന്റെ കാരണങ്ങളൊന്നും അന്വേഷിക്കുന്നു. അതോടൊപ്പം ഈ മിഷൻ ദർശനം ലഭ്യമാകുമ്പോൾ ഈ സഭയുടെ ഐക്യത്തെ കുറിച്ചുള്ളതായ ചിന്തയും സഭയിലെ സമാധാനത്തെ കുറിച്ചുള്ളതായ ഒരു താല്പര്യവും തീവ്രമാകുന്നു എന്നുള്ളതും നമുക്ക് ഇങ്ങനെയുള്ളവരുടെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകുന്ന കാര്യമാണ്. പത്രോസ്മാരുടെ ജീവിതം, ഭക്തന്മാരുടെ ജീവിതത്തിലുമൊക്കെ നമുക്ക് കാണാവുന്നതാണ്. സഭയുടെ ഐക്യത്തിന് വേണ്ടിയുള്ളതായ ഭിന്നതകളും കേസുകളും ഒക്കെ അവസാനിച്ച് സമാധാനം പുനരുദ്ധരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള തീവ്രമായിരിക്കുന്ന അഭ്യാസവും താല്പര്യവും പ്രാർത്ഥനയും ഒക്കെ അതിൽ നിന്ന് ബഹുമാനപ്പെട്ട കൊച്ചുവേദിനത്തിന്റെ പേപ്പറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ഈ ചിന്തകൾ നമ്മളെ തുറന്ന് പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട കൊച്ചുവേദിനത്തിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കെ ജോർജിലൂടെ ഇതിന്റെ ഒരു കൺക്ലൂഷനായിട്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. വളരെ സന്തോഷമുണ്ട്. കാരണം വളരെ നല്ലൊരു പേപ്പർ പ്രൊസീഡ് ചെയ്തു. പക്ഷേ അതിനുശേഷം ഇവിടെ നമ്മുടെ ഡിസ്കഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളുമാണ് നടന്നത്. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പലതുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ ഗവേഷണ മേഖല നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ഇതാണ്. നമ്മൾ സാധാരണ പോകാത്ത ഗവേഷണ രംഗങ്ങളിൽ ഗവേഷണം നടത്തുകയും സഭയ്ക്ക് സമൂഹത്തിൽ പ്രയോജനകരമായ അന്വേഷണം നടത്തുകയും ചെയ്യും. സുരേഷിന്റെ പറഞ്ഞത് എനിക്ക് വലിയൊരു ഉൾക്കാഴ്ചയായിരുന്നു. ഈ സ്ഥലം വാസ്തവത്തിൽ പ്രതിഗ്രഹം മാറ്റത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നമ്മുടെ കാട്ടാക്കാട് പ്രൊഫസർ നമ്മുടെ ആദ്യം ക്രിസ്ത്യൻ സെന്ററിൽ സംഭവം തുടങ്ങിയത്. ഞാൻ എസ് പി കോളേജില് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിരുന്നത് അച്ഛനാണ് ഫീമെയിലായിട്ട് പഠിക്കുന്നത്. അങ്ങനെ ഞാൻ അച്ഛനുമായിട്ട് പരിചയപ്പെടുന്നു.
പിന്നെ അതിനോട് ഒത്തിരി കാര്യങ്ങളെ വളരെ ചെറുപ്പത്തിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ കലാകാലത്തിൽ പോകാനായിട്ട് എന്റെ ഇടയായിരുന്നു. അതായത് ഒരു സിസ്റ്റർ കിട്ടിയാണ് അവിടെ അട്ടപ്പാടി പ്രദേശം ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് അവിടെ അവർക്ക് ഏറ്റവും അടുത്ത കോൺടാക്ട് ഉണ്ടായിരുന്നത് ഈ പ്രധാന മാനസികമാണ്. അവിടെയാണ് കുടുംബങ്ങളെ കൊണ്ടുകൊണ്ടിരുന്നത്. അവിടെ ബിഷപ്പ് മോൾസിന്റെ നേരിട്ട് കരുത്തില്ലെങ്കിലും അത് തൊട്ട് അദ്ദേഹത്തിന്റെ നമ്മുടെ ശേഷം വലിയ താമസിയാതെ തന്നെ സെമിനാരിയിൽ പോയി താമസിക്കുന്നത് ഒക്കെ അവസരം കിട്ടി. അത് കേസിൽ കഴിച്ചിട്ട് ഇപ്പോൾ പ്രതിനിധിച്ച ജയിക്കുന്നതിനായി ഈ പ്രധാനമന്ത്രി നോക്കുന്നില്ല. വളരെയധികം ആളുകളെ അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ അനുസരിച്ച് ആദ്യമായിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി സ്വതന്ത്രമായ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് സ്കൂൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കഴിഞ്ഞിട്ടുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിർണ്ണയിക്കുന്ന കക്ഷികളിലേക്ക് അവിടെ ഈ പറയുന്ന തമാശകൾ ആരെങ്കിലും പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. തമാശ അവിടെ പറയുന്നു. അവിടെ ആദ്യം കുട്ടിയത് ഈ ബജറ്റ് കുട്ടിയത് രാജ്യത്തെ അവിടെ ഈ കൊച്ചുകുട്ടികൾ അവിടെ നിൽക്കുന്നത് നമ്മുടെ പ്രധാനമുള്ള നിയമം പാത്രത്തിൽ എന്തെടുത്താലും അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്, മുന്നിൽ കഴിച്ചിരിക്കണം എന്നുള്ളതാണ്. ഈ വിഷത്തിന്റെ ഭാര്യ എപ്പോഴും സൂര്യയും കൂടുതലുമായിട്ടാണ് നടക്കുന്നത്. ധരിച്ചിരുന്ന മുമ്പായിട്ട് പിന്നെ പല സ്ഥലങ്ങളിൽ കൈകളുണ്ടായിരുന്നതെന്നാണ് അത് പറയുന്നത്. കാരണം അത് ശരിക്കും ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ യൂറോപ്പിലൊക്കെ വലിയ ദാരിദ്ര്യമില്ലാത്ത സമയമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ ശ്രദ്ധയുണ്ട്. നഷ്ടപ്പെടുത്തിയത് രണ്ടാമത് ഇല്ലാത്തൊരു കാലാവസ്ഥ ആയിരുന്നു സമയത്ത്. ഇദ്ദേഹം ഇങ്ങനെ ഏറ്റവും ലളിതമായിട്ട് ജീവിക്കും. അപ്പൊ ഞങ്ങൾ കുട്ടികളായ ഞങ്ങളുടെ ഈ ദാരിദ്ര്യത്തിന് ഒട്ടുമേ ഇഷ്ടമില്ല. അത് മാത്രമല്ല പാത്രത്തിൽ വെള്ളം കഴിച്ചിരിക്കണം എന്നുള്ളതും അതുകൊണ്ട് ശ്വാസമുണ്ടായിരുന്നു. എങ്കിലും ആ അനുഭവം എനിക്കിവിടെ വന്നു. പിന്നെ എനിക്കുണ്ടായ അനുഭവം ഇവിടെ മംഗലാശ്രമത്തിലെ സാധനത്തിന്റെ സമീപത്തിലാണ്. അവിടെയും ഇങ്ങനെയുള്ള സീനിയറായിട്ടുള്ള ആളുകളുടെ കൂടെ ഒരു കൊച്ചു പയ്യനായിട്ട് ഞാൻ ഇങ്ങനെ സംബന്ധിക്കുകയും ഈ സാത്വികമായ സാന്നിധ്യം എന്താണ് എന്നറിയാനായിട്ട് സാധിച്ചത്. ഇന്നത്തെ പാമ്പടത്തിരിയുടെ സ്ഥലമായിരുന്നു. ഇങ്ങനെയുള്ള അനുഭവം നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ എന്തുമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളത് ഞാൻ വ്യക്തിപരമായ ഒരു സാക്ഷ്യം നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പറഞ്ഞ ഒത്തിരി പ്രധാനപ്പെട്ട കാര്യങ്ങൾ തോമസാർ പറഞ്ഞ കാര്യങ്ങള് വളരെ അംഗീകരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലോകത്തുള്ള ഒത്തിരി കാര്യങ്ങൾ അറിയിച്ചു. ഇതെല്ലാം ഒരുമിച്ച് ഒരു വേറെ വിഷയമാക്കണം. നമ്മുടെ അച്ഛന്റെ കോൺടാക്ട് ഉണ്ട് ആഗ്രഹത്തില്. ഞാൻ അവിടുത്തെ ബിഷപ്പ് ജാക്സൺ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ കാര്യത്തില് ഈ ഫെബ്രുവരിന്റെ ബന്ധത്തിൽപ്പെട്ട ആളുകളുണ്ടാവും. ഇപ്പോഴും ഇന്ത്യയെ കുറിച്ച് ആശങ്കയ്ക്ക് വലിയ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ബന്ധം നമുക്കൊന്ന് സജീവമാക്കി എടുക്കുകയും ഈ പറയുന്ന രേഖകളെല്ലാം സംരക്ഷിക്കാനായിട്ട് നമ്മുടെ ജീവനമനുസരിച്ചാല് കുറെ സാധിക്കും. ഈ പുസ്തകങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയും ഇവിടുത്തെ രേഖകൾ ഈ പറഞ്ഞ പുസ്തകങ്ങളെല്ലാം കോപ്പി ചെയ്യപ്പെട്ടിട്ടില്ല. നമുക്കുള്ളതും കിട്ടിയിട്ടില്ല. ഈ 1930s ഈ ആശ്രമം സ്ഥാപിക്കുന്നത്. അന്ന് എക്യുമെന്റ്സ് എന്ന് പറയുന്ന ബാക്കി കേട്ടിട്ടില്ല. 1948 വേൾഡ് കോൺഫറൻസ് ചർച്ചസ് ഉണ്ടാകുന്നത്. ആ സമയത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഓർത്തഡോക്സ് സഭയെ എന്തൊരു സ്നേഹത്തോടും ആരാധനയോടും കൂടിയാണ് അദ്ദേഹം കണ്ടത്. അതേസമയം അന്ന് സഭകൾ തമ്മിലിങ്ങനെ ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് പ്രയാസമാണ്. തീർച്ചയായും കേരളത്തിലെ ഓർത്തഡോക്സ് സഭയാകും ഇങ്ങനെ വിവാഹം കഴിഞ്ഞ ഒരു ബിഷപ്പ് എന്നുള്ള സങ്കല്പമൊന്നും ഒരിക്കലും സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹം മാർഗത്തില് നിന്നത്. അറിയാവുന്ന ആളുകൾക്ക് ആഴമായ സ്നേഹം അദ്ദേഹത്തോട് ഉണ്ടായിരുന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ആ സമയത്ത് എക്യുമെനിസം എന്നുള്ള ആശയത്തെ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും ആദർശാത്മകമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളത് ഒരു വലിയ സംഗതി. അതുപോലെ തന്നെ വിഷയങ്ങളുടെ അന്നത്തെ കുഞ്ഞുങ്ങളുടെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതെല്ലാം പറഞ്ഞത് ഈ 2-3 കാര്യങ്ങൾ എടുത്തുകൊണ്ട് ബിഷപ്പ് ബോർഡിന്റെ ആ ഗവർണറെ ഒന്ന് റിവൈവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് സമാധാന അക്കാദമി തീർച്ചയായിട്ടും മുന്നോട്ട് വരുന്നതാണ്. ഘടകമാസം ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ദർശനം കുറെയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവിടെ തീർച്ചയായിട്ടും നമ്മുടെ ചെറുപ്പക്കാരായ പ്രധാനമായിട്ടും വലിയവർക്ക് മാത്രമല്ല, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്.
കുടുംബങ്ങളുള്ള ആളുകൾ അവിടെ പോയി താമസിക്കുകയും അതിൽ പുതിയ പൊതുവെ സാധിക്കുകയും ചെയ്യുന്നു എന്നതായിരിക്കും. ഞാൻ വാസ്തവത്തിൽ നമ്മുടെ മാതൃ സാറിനെ വിളിച്ചത് വളരെ തീർച്ചയായിട്ടും കണ്ടത് ഈ വെട്ടുപാടിനെ കണ്ടിട്ടുള്ള ആളായിരുന്നു. കാരണം ആദ്യകാലത്തെ ആ ഒരു സർക്കിളിൽ ഉണ്ടായിരുന്നു. വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മുടെ കൊച്ചി വിദ്യാർത്ഥികളോട് വിദേശങ്ങളോട് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇത് അവസാനിക്കുന്നില്ല. ഈ ഗവേഷണം നമ്മൾ തുടരുകയാണ്. തീർച്ചയായിട്ടും പ്രയോജനകരമായ ഒരു പ്രോഡക്റ്റ് ഇദ്ദേഹത്തിലൂടെ തമാശ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഈ അദ്ദേഹത്തിന് നമ്മുടെ ആരാധനയെ കുറിച്ച് വലിയ ബഹുമാനമൊക്കെ ആയതിന്റെ ഒരു തമാശ വേഗത്തിൽ പറയുന്നത്. ഓർമ്മക്കാരുടെ പള്ളി ഞായറാഴ്ചയുടെ ആരാധന ഇങ്ങനെയാണെന്നുള്ളതിനല്ല നമ്മൾ ഈ കുറവ് ലക്ഷ്യത്തിന് ഏറ്റവും വലിയ ശാസ്ത്രത്തിലെ വിഭാഗപാടുകളാണ്. അങ്ങനെ അദ്ദേഹം പറയുന്നത് ഇത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ്. അപ്പൊ റോബോട്ടിക് അങ്ങനെയാണ് ഓർമ്മക്കാരുടെ ആരാധന പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ബ്രേക്ക് വേണം. അങ്ങനൊന്ന് അടുത്ത സെഷന് ഡോക്ടർ സിബി തലകനായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അത് മോഡറേറ്റ് ചെയ്യുന്നത് എനിക്ക് ഞാൻ എന്താണ് പരിചയപ്പെട്ടതെങ്കിലും പ്രവൃത്തിയായ പ്രവർത്തനം ഈ ചെയ്തിട്ടുണ്ട്. പഠിപ്പിക്കുന്നത് നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഇംഗ്ലീഷ് സ്റ്റുഡന്റാണ്. അയാൾ അറബിക്കല്ല, ടോപ്പിക്കല്ല, ഇംഗ്ലീഷിലാണ്. അയാളുടെ രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഒരു പ്രാർത്ഥന, ഒരു ഇംഗ്ലീഷ് പ്രാർത്ഥന അവിടെ ഉപയോഗിക്കുന്നു. ഞാൻ അതിനൊന്നും അറിയുന്നില്ല. ആദ്യമായിട്ടാണ് ഞാൻ ആ പ്രാർത്ഥന കേൾക്കുന്നത്. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേ എനിക്ക് ഇത് വളരെ ഭൗതികമായ ഓർത്തഡോക്സ് ഒരു ചുവയുള്ള ഫ്ലേവറുള്ള പ്രാർത്ഥനയാണല്ലോ എന്ന് എനിക്ക് തോന്നി. വലിയ അദ്ദേഹത്തിൽ കൂട്ടിയിട്ട് കലന്റ് പ്രാർത്ഥന ഞാനെല്ലാവരും കാലഘട്ടത്തിലൊന്നും കണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സുഹൃത്തിനോട് ചോദിച്ചു, എവിടുന്നാണ് അദ്ദേഹം കാത്തലിക് സ്പിരിച്വാലിറ്റിയിലെ സെന്റ് കാത്തലിക് ബ്രസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്ന സെന്റ് കാത്തലിക് ബ്രസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിന് കോപ്പി എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ആ പ്രാർത്ഥനയാണ് അയാളെ ഉദ്ധരിച്ചത്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊരു സംഗതിയോട് ഇതിനെ അന്വേഷിച്ചപ്പോഴാണ് ഈ സ്പിരിച്വാലിറ്റിയും മൗലിക രാജ്യങ്ങളുമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായത്. അത് ഇങ്ങനെ ഇപ്പോഴേ നിങ്ങൾക്കറിയാം, ഇംഗ്ലണ്ടിൽ നിന്ന് വേർപെട്ട് പോകണമെന്നാണ് പ്രോവിൻസുകാരുടെ ആരോഗ്യക്കാരുടെയും ഒക്കെ ആഗ്രഹം. അതിനുവേണ്ടി പല ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിലൊരു കാരണമില്ല, സാംസ്കാരികമായ കാരണമുണ്ട്. വളരെ വളരെ ആഴത്തിൽ അവർക്ക് അവരുടേതായ ഒരു കൾച്ചറൽ ഐഡന്റിറ്റിയും ഒരു സ്പിരിച്വൽ ഐഡന്റിറ്റിയും ഇംഗ്ലീഷുകാരും ഇത് വലിയ ശക്തിയായിട്ട് മാറുകയും ഒരു കൊളോണിയൽ പവറായിട്ട് ഇന്ത്യയിൽ വരുന്നതിന് തന്നെ പോലീസുകാരെയും ഐഡന്റിക്കാരെയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഐഡന്റിറ്റി ഇൻ ദി എപ്പോഴും ചെയ്യുമ്പോൾ ബേസിലേക്ക് തന്നെ ഉടനെ കോർഡുകളിൽ പിന്നെ ബെസ്റ്റ് പ്ലാനിങ് ചെയ്തു. നമുക്ക് ആർക്കും മനസ്സിലാകാത്ത വേറെ ഫാക്ടറി കൂടിയാണ് എല്ലാ സൈഡും ഫ്രാൻസിലെ ബ്രിട്ടനി എന്ന് പറയുന്ന പടിഞ്ഞാറത്തെ ബ്രിട്ടനിലുള്ള ആളുകളും ഈ പറയുന്ന സ്പിരിച്വാലിറ്റി പെട്ടവരാണ്. അത് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് രസം വെക്കാൻ സാധിക്കില്ല. നമ്മൾ അവരോട് പോയി താമസിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് താമസിക്കുകയും സംസാരിക്കുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഫീലിംഗ് ഉണ്ടാകും. അതുകൊണ്ട് ഏറിയ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാവുന്ന ഗവേഷണം നടത്താവുന്ന ഒരു നല്ല ഏരിയയാണ് ഇവിടെ സുജി തരകരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഈ സോഷ്യൽ വർക്കാണ്. മറ്റ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഗവൺമെന്റിൽ നല്ല ജോലി പഠിച്ചിരുന്നയാളാണ്. പോയിന്റിനെ കുറിച്ച് അദ്ദേഹം നല്ല ഒരു ഗവേഷണം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു എഴുത്തുകാരനാണ്. പക്ഷെ അത് വളരെ ശാന്തനായിട്ട് എല്ലാ ദിവസവും മാറിയിട്ട് നോക്കുന്നുണ്ട്. അട്ടപ്പാടിയിലെ
ജ്ഞാനദാസരുടെ ഓർത്തഡോക്സിന്റെ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ വളരെ വ്യത്യസ്തമായ പ്രവർത്തനം നടത്തുകയാണ്. അടുത്ത കാലത്ത് രംഗത്തിനും വിദ്യാർത്ഥികളൊക്കെ അവിടെ പോയി അദ്ദേഹത്തിന്റെയും ആശുപത്രിയെയും പ്രവർത്തനങ്ങളൊക്കെ കാണുകയുണ്ടായി. അദ്ദേഹം അതിനെ സന്ദേശം നടത്തുന്നത് അതിനെ ഷെയർ ചെയ്യാനായിട്ട് ചില കാര്യങ്ങളൊക്കെ ഒത്തുവരുന്നത് ഒരു പ്രായം കൂടാതെ രണ്ടുപേരുടെ മേഖല സോഷ്യൽ വർക്കാണ്. സോഷ്യൽ വർക്കിൽ ഗുരുതരത്തിലുള്ള ആളുകൾ മാത്രമാണ് രണ്ടുപേരും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. വിദ്യാഭ്യാസി ഒരു കൗൺസിലറാണ്. ഗവൺമെന്റിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ കൗൺസിലിംഗ് നടത്തുന്ന സാധ്യതയാണ്. അതുപോലെ പ്രവർത്തന മേഖല വളരെ വിശാലമായ